ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷാഫ്റ്റ് ഷെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പായിട്ടും അറിയില്ല. അവിടെ ഗോൾഡൻ ഹിൽ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ അതായത് സൺറൈസ് സൺസെറ്റ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ കവർ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ പ്ലാൻ ഫുള്ള് ചേഞ്ച് ചെയ്ത് നമ്മൾ വീൽ ചെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ കൗണ്ടിൽ തന്നെയുള്ള ഒരു 3 ലൊക്കേഷൻ നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. വൺ ഡേയിലാണ് നമ്മളിത് 3ഉം കവർ ചെയ്തത്. അപ്പം ഞാനിത് ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നില്ല, ഞാൻ 2 വ്ളോഗായിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷൻ ലാക്കോക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വില്ലേജ് ആണ്. ഈ കാണുന്ന പാർക്കിംഗ് സ്പേസ് ലാക്കോക്ക് നാഷണൽ ട്രസ്റ്റിന്റെ പാർക്കിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് പാർക്കിംഗ് സ്പേസസ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ പാർക്കിംഗ് സ്പേസിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഈ ലാക്കോക്ക് വില്ലേജ് 13th സെഞ്ചുറിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഈ പഴമയും അതുപോലെ തന്നെ ഈ മനോഹരമായ കെട്ടിടങ്ങളുമാണ്. ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെയും 15ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കല്ലുകൊണ്ടുള്ള ഈ വീടുകളൊക്കെയും ട്യൂഡോർ ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്യൂഡോർ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ തന്നെ ഒരു ചരിത്ര പ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളൊക്കെയും തന്നെ കല്ലുകൊണ്ടും അതുപോലെ തന്നെ തടി കൊണ്ടും ഒക്കെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഏരിയ പ്രൊട്ടക്ട് ചെയ്യുന്ന ലാക്കോക്കിലെ നാഷണൽ ട്രസ്റ്റ് ആണ്. ഈ വില്ലേജിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ മൂവീസും അതുപോലെ തന്നെ TV സീരീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാരി പോട്ടർ മൂവി, അതുപോലെ തന്നെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് മൂവി, പിന്നെ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ആയ ഡൗൺ ടൗൺ അബേ, ഇതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ കണ്ട വേറൊരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഈ കാണുന്ന ലാവൻഡർ ഫ്രാഗ്രൻസ് ബാഗ്സ് കണ്ടോ. ഇതിങ്ങനെ വീടിൻ്റെ പുറത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ആ ലെറ്റർ ബോക്സിലൂടെ ഉള്ളിലേക്ക് ഇടാവുന്നതാണ്. അപ്പം ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ ഈ വീടുകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചർച്ച് കണ്ടു. ഈ ചർച്ചും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഓൾഡ് ചർച്ചാണ്. 14th സെഞ്ചുറിയിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ പേര് സെന്റ് സിറിയക് ചർച്ച് എന്നാണ്. ഈ കാണുന്നതിൻ്റെ സിമെട്രിയാണ് ഈ കാണുന്നത്. ഈ ചർച്ചിൻ്റെ സ്പെഷ്യാലിറ്റി ഇത് നിർമ്മിച്ചിരിക്കുന്ന രീതിയിലാണ്. വലിയ ജനാലകളും അതുകൊണ്ട് തടിപ്പണികളും അതുപോലെ തന്നെ ശിലാലിഖിതങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമായെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടെയുള്ള ചർച്ചുകളിൽ പോകുന്നതാണ്. അത് നിർമ്മിച്ചിരിക്കുന്ന രീതി കാണുന്നതും അതുപോലെ തന്നെ ഇത്രയും പഴക്കമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ പോകാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പള്ളിയിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു, ഒരുപാട് പഴയ പള്ളിയാണല്ലോ എന്ന്. നിങ്ങളെ കാണുന്നതാണ് ലാക്കോ കപ്പ്.
ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളി കൊണ്ടാണ്. 15-ാം നൂറ്റാണ്ടിൽ ഇത് വളരെയധികം പ്രസിദ്ധമായിരുന്നു. ഇത് ഒരുപാട് കാലം കുർബാനയിൽ പാനപാത്രമായിട്ട് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അവരത് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പിള്ളേരുടെ പ്ലേ ഏരിയ ആണ്. ഇനി അതവിടെ ഒരു നഴ്സറി ആണോ എന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കുറേ പിള്ളേരെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മരിച്ചടക്കിനും അതുപോലെ തന്നെ സെമിട്രിയിലൊക്കെ പോകുന്നത് വളരെയധികം പേടിയുള്ളൊരു കാര്യമാണ്. പിന്നെ രാത്രി കിടന്ന് ഞാൻ സ്വപ്നം കാണലൊക്കെയാണ്. പക്ഷേ അമ്മയ്ക്ക് എന്താണെങ്കിലും ഇവിടെ വന്ന് കേരളത്തിലെ സെമിട്രി മാത്രമല്ല ഇവിടുത്തെ എങ്ങനെയാണെന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നടന്നു പോകണം കാണുന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ നമ്മുടെ ഒരു ബേക്കറി കണ്ടു. ബേക്കറി കയറി എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങാമെന്ന് ഓർത്തു. അമ്മയ്ക്ക് ചീര കൊണ്ടുള്ള ഒരു ഐറ്റം വാങ്ങിക്കൊടുത്തു. അവിടെയുള്ള മിക്ക വീടുകളുടെ മുന്നിലും ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകൾ കണ്ടു. എന്തോ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എന്തോ ആർട്ട് വർക്കുകളാണ് അവിടെ കാണുന്നത്. സാധനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എടുത്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഈ ലെറ്റർ ബോക്സിൽ കൂടെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഇടാവുന്നതാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ചീരയുടെ ഐറ്റമാണ് ഈ കഴിക്കുന്നത്. സ്പെനാഷ് റെക്കോട്ടാന്ന് മറ്റാണ് അതിൻ്റെ പേര്. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആക്ച്വലി ഇവിടെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഹാരി പോട്ടർ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങിയ സ്ഥലം ഇതല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. അവിടെയുള്ള റെസ്റ്റോറൻ്റാണിത്. ഈ എൻറ്റയർ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യുന്ന നാഷണൽ ട്രസ്റ്റാണ്. അപ്പോൾ നാഷണൽ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ വില്ലേജ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും പഴയതായിട്ടും അതുപോലെ തന്നെ ഇത് നിലനിർത്തിയിരിക്കുന്നത്. ഇനി അവിടെ ഒരു പ്ലേ ഏരിയ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ യസ്തുവിനെ കയറ്റി അവൾക്ക് ഇഷ്ടമുള്ള ആകെ യസ്തുവിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഊഞ്ഞാൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഊഞ്ഞാലിരുത്തി കുറച്ച് നേരം അവിടെ ആട്ടി എന്നിട്ട് ഞങ്ങൾ തിരിച്ചടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ലൊക്കേഷൻ അതാ നിങ്ങൾ കാണിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.